നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയം ക്ലാസ്സിൻ്റെ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ 13ാമത്തെ ദശകം, അതായത് വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷൻ അപഹരിച്ചു കൊണ്ടുപോയ തൻ്റെ പത്നിയായ ഭൂമിദേവിയെ രക്ഷിച്ചെടുത്ത് സ്ഥിരപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഭഗവാൻ മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപൃതനാവുകയാണ്. അപ്പോൾ ആ ഒരു അവതാരവും അവതാരകൃത്യവും കഴിഞ്ഞ് അദ്ദേഹം സ്വധാമത്തിലേക്ക് മടങ്ങി. ഈ 14ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വീണ്ടും ബ്രഹ്മാവിൻ്റെ പതിവ് പോലെ തന്നെ സൃഷ്ടികർമ്മം തുടങ്ങുന്നു, സംരക്ഷണം തുടങ്ങുന്നു മഹാവിഷ്ണു. ഭഗവാൻ പരമശിവനാണെങ്കിൽ സംഹാരവും നടത്തുന്നു. ആ സൃഷ്ടിസ്ഥിതി സംഹാരം ത്രിമൂർത്തികളാൽ ഭഗവാൻ നിർവഹിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന്, ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ, ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും അതേ ഛായ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയില്ല, അതേ രൂപം എന്നും ആകാം. ഈ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജനിച്ച സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നാണല്ലോ സൃഷ്ടികളെല്ലാം പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ വന്ന ആളാണല്ലോ വരാഹമൂർത്തിയൊക്കെ. ഇപ്പോൾ ഛായയിൽ നിന്നും ഉണ്ടായ ഒരു പ്രജാപതിയാണ് മനു. 16 മനുക്കളുണ്ട്. ആ മനുക്കളുടെ എല്ലാം കാലമാണ് മന്വന്തര കാലം. മന്വന്തര കാലത്തിൽ ഒരു മനുവിനെ ഭരിക്കുന്ന ആ മനു എന്നുള്ള ഒരു മനുവിൻ്റെ കാലം മന്വന്തര കാലം. ആ സ്ഥാനം വഹിക്കുന്നവർക്ക് രാജാവ് എന്നതുപോലെ തന്നെയാണ് അവരുടെ ഭരണം. പ്രജാപതി എന്നും പറയും. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആ ഛായയിൽ നിന്നും ഉത്ഭവിച്ച മനു ഒരുപാട് കാലം സ്വസ്ഥമായിട്ട് രാജ്യം ഭരിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: ഈശ്വരഭജനം നടത്തുക, തൻ്റെ പ്രജകളെയെല്ലാം വേണ്ട വിധത്തിൽ സംരക്ഷിക്കുക. അങ്ങനെ അദ്ദേഹം ആ മനുവിൻ്റെ ഭരണകാലത്തിൻ്റെ ഒരു വർണ്ണനയാണ് ഈ പറയുന്നത്. അതുപോലെ മനുവിൻ്റെ മകനായിട്ട് പിന്നെ കർദമൻ, കശ്യപൻ ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ പറ്റിയൊക്കെ പറയുന്നതിന് മുൻപായിട്ട് ആ ഭരണത്തെയും അവരുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുന്ന ഈ അധ്യായത്തിലേക്ക്, ഈ ദശകത്തിലേക്ക് നമുക്ക് പോകാം. ഞാനൊന്ന് വായിക്കാം. കപിലാവതാരം. ഭഗവാൻ വരാഹരൂപിയായിട്ട് ഭൂപ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം മനുവിൻ്റെ പ്രജാപരിപാലന പ്രകാരമാണ് ഇവിടെ വിവരിക്കുന്നത്. 1ാമത്തെ ശ്ലോകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സമനു പങ്കജ സംഭവാംഗജന്മാ സമനു സ്മൃതതാവകാംഗ്രിജന്മാ സമനു പങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഒന്നുകൂടി വായിക്കണം. ഞാൻ ആദ്യം 2ാമത്തെ വരിയാണ് വായിച്ച ആദ്യത്തെ വരിക്ക് പകരം ഒന്നുകൂടെ വായിക്കുന്നു. സമനുസ്മൃത താവകാംഗ്രിയുഗ്മാ സമനു പങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പങ്കജ സംഭവാംഗജന്മാ സ മനു. പങ്കജം എന്ന് പറഞ്ഞാൽ താമര. പങ്കജാംഗ സംഭവം, പങ്കജ സംഭവാംഗ, പങ്കജത്തിൽ സംഭവിച്ചവൻ, താമരയിൽ ജനിച്ചവൻ, അതായത് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ മകനായ സമനു, ആ മനു ബ്രഹ്മാവിൻ്റെ മകനാണ് മനു. സമനു സ്മൃത താവകാംഗ്രിയുഗ്മ. നിന്തിരുവടിയുടെ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ, അതാണ് പറയുക. മനുസ്മൃത താവകാംഗ്രിയുഗ്മ. അങ്ങയുടെ 2 യുഗ്മം എന്ന് പറഞ്ഞാൽ 2ആണ്. അങ്ങയുടെ പാതാരവിന്ദങ്ങളെ, 2 പാദങ്ങളെയും വേണ്ട മാതിരി സ്മരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവത് ഭജനം നടത്തിക്കൊണ്ട് തേ ചരിതം കഥയൻ. അങ്ങയുടെ കഥകളൊക്കെ ഇങ്ങനെ, അങ്ങയുടെ ചരിത്രങ്ങൾ, കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നിജമന്തരം അന്തരായഹീനം സുഖം നീനായ, തൻ്റെ മന്വന്തരമായ അവതാരം. അപ്പോൾ ഭഗവാന്റെ ഭജനകൾ, ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ഭജിക്കുക,
ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയുക, കേൾക്കുക. തൻ്റെ മന്വന്തരമായ കുറച്ചു കാലമൊന്നുമല്ല, 71 ചതുർയുഗകാലം. ഒരു ചതുർയുഗകാലം എന്ന് പറയുന്നത് കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇത് കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. ഇതാണ് 4 യുഗം. ഇങ്ങനെ 4 യുഗങ്ങൾ കൂടിയതാണ് ചതുർയുഗകാലം. 71 ചതുർയുഗകാലമാണ് ഈ മനു വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിച്ച് യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ. ഈശ്വരഭജനം നടത്തുന്നിടത്ത് തടസ്സങ്ങളുണ്ടാവില്ല. ഭഗവത് കഥ കേൾക്കുന്നിടത്ത് സുഖം താനേ വരും എന്നൊക്കെ ഒരു വ്യംഗ്യാർത്ഥം കൂടെ ഇവിടെയുണ്ട്. അദ്ദേഹം യുഗകാലം യാതൊരു തടവും കൂടാതെ സുഖമായിട്ട് കഴിച്ചുകൂട്ടി. അപ്പോൾ ആർക്കും ജീവിതത്തിൽ തടവുകളൊന്നുമില്ലാതെ, തടസ്സങ്ങളൊന്നുമില്ലാതെ കാലം കഴിക്കുവാൻ ശരിയായൊരവലംബം ഭഗവത് സ്മരണവും ഭഗവത് കഥാകീർത്തനവും സ്മരണവും ദർശനവും ഒക്കെയാണ് എന്നാണ് ഭക്തകവി ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. ബ്രഹ്മാവിൻ്റെ മകനായ ആ മനു നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ വേണ്ട മാതിരി സ്മരിച്ചുകൊണ്ടും അവിടുത്തെ അവതാര കീർത്തനങ്ങളിങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടും കഥകളിങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടും തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗകാലം യാതൊരു തടസ്സങ്ങളുമില്ലാതെ അങ്ങനെ സുഖമായിട്ട് കഴിച്ചുകൂട്ടി. എന്നുവെച്ചാൽ രാജ്യഭാരം വേണ്ട വിധത്തിൽ നിർവഹിച്ചു. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനു പങ്കജസംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മലയാളത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കേട്ടോളൂ. ബ്രഹ്മദേവപുത്രനാകും മനു തൻ്റെ മന്വന്തരം ബ്രഹ്മരൂപിയായ നിന്നെ സ്തുതിച്ചു വാണു. തൻ്റെ ജീവിതകാലം മന്വന്തരകാലം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മപുത്രനായ മനു ജീവിച്ചു. 71 ചതുർയുഗകാലം മനു നിന്നെ തൊഴുതല്ലോ സുഖമായി കാലം കഴിച്ചു. 4 ചതുർയുഗകാലം നിന്നെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതകാലം കഴിച്ച് കൂട്ടുകയും ചെയ്തു. രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധിക്കും. സമയേ ഖലു തത്ര കർത്തമാക്യോ ദ്രുഹിണശ്ചായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭവംസ്താമയുധം സമാസിഷേവ. സമയേ ഖലു ദ്രുഹിണശ്ചായ ഭവ കർത്തമാക്യ തദീയവാച ധൃതസർഗരസ. അങ്ങനെയാണ് അന്വയിക്കുമ്പോൾ വരുന്നത്. തത്ര സമയ, കാലത്ത് തന്നെ. തത്ര എന്ന് വെച്ചാൽ അപ്പോൾ, അവിടെ, ആ കാലം. അക്കാലത്ത് തന്നെ, തത്ര സമയേ, ആ കാലത്ത് തന്നെ ദ്രുഹിണഛായാഭവ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായ കർദ്ദമാക്കിയ. ആഖ്യ എന്ന് പറഞ്ഞാൽ പേര്, കർദ്ദമാക്കിയ, കർദ്ദമൻ എന്ന പേരുള്ള, എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നും ജന്മമെടുത്ത അദ്ദേഹത്തിൻ്റെ പുത്രനായ കർദ്ദമൻ എന്ന പേരുള്ള തദീയ വാച ധൃത സർഗരസ. തദീയ വാച വെച്ചാൽ കർദ്ദമൻ എന്ന പേരായിട്ടുള്ള ആ പ്രജാപതി വിധി തദീയ വാച അങ്ങയുടെ തന്നെ നിർദ്ദേശമനുസരിച്ച്, വാക്കുകൾ അനുസരിച്ച്, പിതാവായ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച്
ധൃതസർഗരസ. ധൃതസർഗരസ എന്ന് വെച്ചാൽ സൃഷ്ടി തൽപരനായി ഭവിച്ചു. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്ത് വരുന്ന എല്ലാ പ്രജകളോടും പറയുന്നത് തന്നെ പോലെ തന്നെ സൃഷ്ടികർമ്മം നടത്താനാണ്. ആദ്യം വന്ന് സനകാദികൾ അവർ പറഞ്ഞു, ഓ ഞങ്ങൾക്കൊന്നും പറ്റില്ലേ എന്നും പറഞ്ഞു അവർ തപസ്സുമായിട്ട് പോയി. പിന്നെ വന്ന പ്രജാപതിമാരുണ്ട്, മനുക്കളൊക്കെ ഉണ്ട്, സപ്തർഷികളുണ്ട്, അങ്ങനെ പലരുണ്ട്. ഇപ്പം വരുന്നത് മനുക്കളാണ്. പ്രജാപതി മനു എന്നും പറയാം, പ്രജാപതി എന്നും പറയാം. ഈ പ്രജാപതിമാർ അപ്പം അക്കാലത്ത് തന്നെ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായ കർദമൻ എന്ന് പേരുള്ള ഈ പ്രജാപതി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടി തൽപരനായി. അദ്ദേഹം ഞാൻ അങ്ങയുടെ വാക്കനുസരിച്ച് ഞാൻ സൃഷ്ടികർമ്മമൊക്കെ നടത്താം. ഹേ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, എന്നിട്ടെന്താ അല്ലേ ഭഗവാനെ, നിസർഗരമ്യം ത്വാം അയുധം സമാശിഷേവ. നിസർഗരമ്യം അതായത് അങ്ങ് പ്രകൃതിയാ വളരെ സുന്ദരമൂർത്തിയായ നിന്തിരുവടിയെ ഭഗവാനെ 10,000 കൊല്ലക്കാലം ഭജിച്ച് സേവിച്ചു. സൃഷ്ടികർമ്മങ്ങളും കാര്യങ്ങളും പിതാവിനെ അനുസരിച്ച് ഒരു 10,000, അതാണ് അയുധം സമ. അയുധം എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അയുധം സഹസ്രം, സഹസ്രം 1000, അയുധം 10,000. 10,000 വർഷത്തോളം ഭജിച്ച സേവേ ഭജനത്തോടുകൂടി, ഈശ്വര ഭജനത്തോടുകൂടി അങ്ങയുടെ പുത്രനായ കർദമ പ്രജാപതി രാജ്യം ഭരിച്ചുകൊണ്ട് ജീവിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇനി ഈ ഭഗവത് ഭജനം കർദമന് മുഖ്യമായിരുന്നു. നല്ലതായ ഭരണവും കാഴ്ചവെച്ചു, ഈശ്വര ഭജനവും നടത്തി. ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കുകയാണ്. അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായ കർദമൻ എന്ന പ്രജാപതി നല്ല വിധത്തിൽ ബ്രഹ്മാവിൻ്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് നല്ല വിധത്തിൽ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുകയും ചെയ്തു. സമയേ ഖലു തത്ര കർത്തമാഖ്യോ ദ്രുഹിണശ്ചായാഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുധം സമാശിഷേവ. 10,000 കൊല്ലക്കാലം രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മദേവൻ തൻ്റെ ഛായാസൃഷ്ടിയായ കർദമനോ, തൻ്റെ ഛായാസൃഷ്ടിയായ കർദമനോ ബ്രഹ്മനിർദ്ദേശത്താൽ സൃഷ്ടി തൽപരനായി. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടി ചെയ്യുന്നതിൽ തൽപരനുമായി. ബ്രാഹ്മണ പ്രിയനാകുന്ന സുന്ദരനാം ഭഗവാനേ, ബ്രാഹ്മണപ്രിയനാകുന്ന അതിസുന്ദരനായ അല്ലയോ ഭഗവാനെ, അനവധി വർഷക്കാലം ഭജനം ചെയ്തു. അയുധം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. 10,000 വർഷക്കാലം അങ്ങയെ ഭജനം ചെയ്തു, ഈശ്വര ഭജനവും ചെയ്തു ഈ കർദമ പ്രജാപതി എന്ന ബ്രഹ്മപുത്രൻ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഗരുഡോപരികാളമേഘകമ്രം വിലസക്കേളി സരോജപാണി പത്മം ഹസിതോല്ലാസിതാനനം വിഭോ, ഹസിതോല്ലാസിതാനനം വിഭോ ത്വം വപുരാവിഷ്കരുഷേ സ്മ കർദമായ. അതായത് ഹേ വിഭോ, വിഭോ എന്ന് പറഞ്ഞാൽ എല്ലാ വരങ്ങളും നൽകുന്നവനെ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനെ, സർവവ്യാപിയായ ഭഗവാനെ, ഹേ വിഭോത്വം, അങ്ങ് ഭഗവാനെ, സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് നിന്തിരുവടി ഗരുഡോപരി. ഗരുഡൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. ഗരുഡോപരി എന്ന ഉപരി മുകളിൽ, ഗരുഡൻ്റെ പുറത്ത് കയറി കാളമേഘ കമ്രം വിലസത്. മഴക്കാർ, മേഘം എന്ന് പറഞ്ഞാൽ മഴക്കാർ, കാളമേഘ കമ്രം എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറത്തിൽ, ഇപ്പം പെയ്യും മഴ എന്നുള്ള നേരത്തുള്ള മഴയുടെ ആ മഴക്കാറിൻ്റെ നിറം എന്താ? ഇരുണ്ട മഴക്കാറല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഗരുഡൻ്റെ പുറത്ത് കയറി മഴക്കാറ് പോലെ വിലസത്, മനോഹരവും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിറം കടുത്ത മഴക്കാറിൻ്റെ നിറമാണ്. എന്നുവെച്ചാൽ ഇരുണ്ട നീല നിറമാണ്, മനോഹരമായൊരു നിറമാണ്. അങ്ങനെ വിലസുന്ന
അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു താമരയുണ്ട്. പൊക്കിളിലൂടെ ഒരു താമര വളരണുണ്ട്. ബ്രഹ്മാവ് അതിൽ ജനിക്കുകയും പൂജാതനാവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കയ്യിലുണ്ട് ഒരു താമര. ആ താമരയ്ക്ക് പറയുന്നത് കളിത്താമര എന്നാണ്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമര കളിത്താമര. നാഭിയിലൂടെ വരുന്നത് പങ്കജ ജന്മ, ബ്രഹ്മാവിന് ജന്മം നൽകിയ താമരയാണ് സഹസ്രദള താമര പങ്കജം. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങയുടെ കൈ കളിത്താമരപ്പൂവ് കയ്യിലെടുത്തിട്ടുണ്ട്. ഭഗവാൻ വരുന്നത് ഗരുഡൻ്റെ മുകളിൽ മഴക്കാറിൻ്റെ നിറത്തിൽ അതിമനോഹരനായി വിലസുന്ന ഭഗവാൻ കയ്യിലൊരു കളിത്താമരയുമായിട്ടെടുത്തിട്ട് ഹസിതോല്ലാസിതാനനം, ആനനം മുഖം, ഹസിതം ചിരിക്കുന്നത്. ഹസിതോല്ലാസിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിപ്രഭ പരന്ന് ശോഭിക്കുന്ന മുഖം, അതായത് നല്ല നിറം പുഞ്ചിരിയോടുകൂടി ശോഭിക്കുന്ന മുഖവും. വപു, ആനനം വപു എന്ന് പറഞ്ഞ ശരീരം, സുന്ദരനായിരിക്കുന്ന ഭഗവാൻ ആ ശരീരം. കർദ്ദമായ ആവിഷ്കരുഷേസ്മ, കർദ്ദമൻ ഇങ്ങനെ ഒരു അയുധകാലം 10,000 ഭഗവത് സ്മരണ ചെയ്തതിൻ്റെ ഫലമായി ഏത് വിധത്തിലാണോ കർദ്ദമൻ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചത്, അദ്ദേഹം സ്മരിച്ചത് ഗരുഡൻ്റെ പുറത്ത് കയറി ഇരുണ്ട മഴക്കാറിൻ്റെ നിറത്തോടുകൂടി അതിമനോഹരനായിരിക്കുന്ന സുന്ദരനായ കയ്യിലൊരു കളിത്താമരയും കൂടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കർദ്ദമൻ മനസ്സിൽ ധ്യാനിച്ചിരുന്നത്. അതേ രൂപത്തിൽ തന്നെ കർദ്ദമ പ്രജാപതിയുടെ മുൻപിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷനായി എന്നാണ് ഇവിടെ പറയുന്നത്. പുഞ്ചിരിപ്രഭ പരന്ന് ശോഭിക്കുന്ന മുഖത്തോടുകൂടി അവിടുത്തെ വിഗ്രഹം കർദ്ദമൻ്റെ മുൻപിൽ അങ്ങോട്ട് പ്രത്യക്ഷമായി. കർദ്ദമൻ ഏത് രൂപത്തിൽ ഹരിയെ മനസ്സിൽ ധ്യാനിച്ചുവോ അതേ രൂപത്തിൽ കർദ്ദമൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ എങ്ങനെയാണെന്നാണ് പറയണേ. എത്രയോ പേര് ആലിലക്കണ്ണ എന്ന് പറഞ്ഞ് ധ്യാനിക്കുന്നു. അവരുടെ മുമ്പിൽ ഭഗവാൻ അവരുടെ ഭക്തിയിൽ തൃപ്തനായി എന്തെങ്കിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആലിലക്കണ്ണനായിരിക്കും. മറ്റു ചിലർക്ക് ഗോപബാലനായിരിക്കും, വേറെ ചിലർക്ക് ഗോവർദ്ധനധാരിയായിരിക്കും, മറ്റു ചിലർക്ക് ആ ഗോപികമാരുടെ കൂടെ ആടിപ്പാടി കളിക്കുന്ന രാസക്രീഡയാടുന്ന ഭഗവാന്റെ രൂപത്തിലായിരിക്കും. കംസവധത്തെ ആണ് ധ്യാനിക്കുന്നതിൽ അങ്കിന്. ചിലർക്കാണെങ്കിൽ കാളിയമർദ്ദനം ഒന്ന് കണ്ടാൽ മതി, ആ രൂപത്തിലാണ് ഭഗവാനെ സ്മരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലായിരിക്കും. ഭക്തിയിൽ അദ്ദേഹം തൃപ്തനാകുമ്പോൾ പ്രത്യക്ഷപ്പെടും. ഏതു രൂപത്തിൽ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ. ഇവിടെ കർദ്ദമ പ്രജാപതിക്ക് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ഇരുണ്ട നീലനിറത്തോടുകൂടിയ സുന്ദരമായ ശരീരത്തോടുകൂടി കയ്യിലൊരു കളിത്താമരയും പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ശ്ലോകം ഞാനൊന്ന് വായിക്കുകയാണ്. ഗരുഡോപരികാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലാസിതാനനം വിഭോ ത്വാം വപുരാവിഷ്കരുഷേ സ്മ കർദ്ദമായ. കർദ്ദമൻ്റെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം ധ്യാനിച്ച ഒരു രൂപത്തിൽ തന്നെ. തപം ചെയ്ത കർദ്ദമനോ തമസെല്ലാം അകറ്റുവാൻ താമര പൂക്കളുമായി ഭഗവാനെത്തി. പുഞ്ചിരി പ്രഭ ചൊരിയും സുന്ദരമാം തവ രൂപം പൂനിലാവായി കർദ്ദമനോ പ്രത്യക്ഷമായി. തപസ് ചെയ്ത കർദ്ദമൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഇരുട്ടെല്ലാം തമസെല്ലാം അകറ്റുവാൻ, ഇരുട്ടെല്ലാം മാറ്റുന്നതിന് വേണ്ടി താമരപ്പൂക്കളുമായി ഭഗവാൻ പ്രത്യക്ഷനായി. ഗരുഡൻ്റെ പുറത്ത് കയറിയാണ് ഭഗവാൻ വന്നത് എന്ന് പറയുന്നു. അടുത്ത ഒരു ശ്ലോകം കൂടെ പറയാം.
സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലശ്ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭൂ. സ്തുവതേ പുളകാവൃതായ തസ്മൈ, സ്തുവതേ പുളകാവൃതായ തസ്മൈ, സ്തുതിക്കുന്നവനും പിന്നെ പുളകാവൃതം ആനന്ദ പുളകം കൊള്ളുന്നവനുമായ കർദമന് ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ് സ്തുതിക്കണ്ടേ, എന്തുമാത്രം സ്തുതിക്കണ്ടേന്ന് അറിയാതെ കണ്ട് അങ്ങ് കർദമൻ വളരെ സന്തോഷത്തോടെ വീണ്ടും വീണ്ടും അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. പുളകമണിഞ്ഞു അദ്ദേഹം, രോമാഞ്ചം കൊണ്ടു അദ്ദേഹം, ആനന്ദ പുളകം കൊള്ളുന്നവനുമായ കർദമന് മനുപുത്രീം ദയിത, മനുവിൻ്റെ മകളായ ദയിത എന്ന് പറഞ്ഞ ഭാര്യയായി പത്നിയായി നവപുത്രിം അഭിസ്വമേവ കപിലം സുതംശ, മനുവിൻ്റെ മകളായ ദേവഹൂതി എന്നൊരു പെൺകുട്ടിയുണ്ട്. ദേവഹൂതി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ദേവനെ ആഹൂതിക്കുന്നവെന്നാണ്. എന്നുവെച്ചാൽ ദേവനെ ഏത് നേരത്തും ദേവനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ദേവഹൂതി. ആ പദത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ മനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായിട്ടും കർദമന് ഭാര്യയായിട്ട് കൊടുക്കുക. അവളിൽ 9 നവപുത്രി, 9 പുത്രിമാരെയും നിന്തിരുവടി സ്വമേവ അങ്ങ് തന്നെ കപിലം സുതം ച, കപിലൻ എന്ന ഒരു പുത്രനെയും. അപ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. പ്രജാപതി, മനു എന്ന് പറയുന്ന ആ പ്രജാപതിയും ശതരൂപ എന്നുള്ള ഭാര്യയും കൂടി വന്ന് അവരുടെ മകളായ ദേവഹൂതി എന്ന അതിസുന്ദരിയായ ആ പെൺകുട്ടിയെ കർദമന് കൊടുത്തിട്ട് വിവാഹം ചെയ്ത് കൊടുത്തു. അതിൽ 9 പുത്രിമാരും ഉണ്ടായി, 9 ഒരു പുത്രൻ, കപിലൻ എന്ന ഒരു പുത്രനും കൂടി ഉണ്ടായി എന്നാണ് പറയുന്നത്. തിരുവടിയാകുന്ന അങ്ങയുടെ തന്നെ ദേവഹൂതിയുടെ മനസ്സിൽ എപ്പോഴും ഭഗവാനെ അങ്ങ് എൻ്റെ പുത്രനായിട്ട് ജനിക്കണേ, ഭഗവാനെ എനിക്ക് അങ്ങയെ ലാളിക്കാൻ പറ്റണേ, അങ്ങയെ മുലപ്പാൽ കൂട്ടാൻ സാധിക്കണേ, അങ്ങയുടെ കുസൃതികളും കളികളും എല്ലാം എനിക്ക് കാണാൻ പറ്റണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ തന്നെ ദേവഹൂതിയുടെ പുത്രനായി കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. 24 ആ ഒരു അംശാവതാരമാണ്, ഭഗവാന്റെ ഒരു അംശാവതാരമാണ് കപിലാവതാരം. 9 പെൺകുട്ടികളെ, അവരെയൊക്കെ പുത്രിമാർ, അതിസുന്ദരിമാരായ കുട്ടികൾ, അവരെയൊക്കെ അവരും ഒരുമിച്ച് അവരുടെ വിവാഹാദി കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇനി ചിന്തിക്കുന്നത്. 9 പുത്രിമാരെയും നിന്തിരുവടി തന്നെയാകുന്ന കപിലൻ എന്ന പുത്രനെയും. ഇനി അടുത്ത ശ്ലോകത്തിൽ അത് പൂർത്തിയാകുള്ളൂ അതിൻ്റെ അർത്ഥം. ജനിച്ചു, ഇത്രയായല്ലോ കർദമനെ. എന്നിട്ട് മനു തന്നെ, അതായത് മനുവിൻ്റെ പ്രജാപതിയുടെ ഭാര്യയാണല്ലോ ശതരൂപ, ശതരൂപയുടെയും മനുവിൻ്റെയും മകളായ ദേവഹൂതിയെയാണ് കർദമന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനായ മനുവും അമ്മയായ ശതരൂപയും കൂടി മകളെയെ കർദമന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ കർദമന് 9 പുത്രിമാരും കപിലൻ എന്ന ഈശ്വരാംശമുള്ള അങ്ങയുടെ ഒരു അംശാവതാരവും സംഭവിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലെ അർത്ഥം. സ്തുവതോ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദയിതാം നവാവി പുത്രീ കപിലശ്ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭൂ. അങ്ങനെ 9 പുത്രിമാരും ഒരു പുത്രനും കർദമ പ്രജാപതിക്കുണ്ടായി. ശ്ലോകം 4ാമത്തെ ശ്ലോകമാണിത്. സ്തുതി ചെയ്തു കർദമനും വരം നൽകി ഭഗവാനും ദേവഹൂതി കർദമനു പ്രിയതമയായി
പ്രജാപതിയുടെയും ശതരൂപയുടെയും മകളായ ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. കർദമൻ്റെ പ്രിയതമയായി ദേവഹൂതി. 9 പുത്രിമാരെയും മോക്ഷത്തെയും നൽകി ഭഗവാൻ. 9 പുത്രിമാരെയും ഭഗവാൻ നൽകി. അതോടുകൂടി കർദമ പ്രജാപതിക്ക് മോക്ഷവും നൽകി. കപിലനെന്ന പുത്രനായി അവതരിച്ചു. ഭഗവാൻ തന്നെ കപിലൻ എന്ന പേരുള്ള ഒരു പുത്രനായി, കർദമ പ്രജാപതിയുടെ പുത്രനായിട്ട് അവതരിക്കുകയും ചെയ്തു. ഇത്രയും ആണ് കപിലൻ ഇപ്പോൾ അവതാരമെടുത്തു. ഈ ശ്ലോകം 4-ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് പറഞ്ഞ എല്ലാ ഭാഗങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതി വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി പറയുന്നു. നാരായണീയം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലത്. ഇതുകൊണ്ടിപ്പോൾ നിങ്ങൾക്കല്പം എന്തെങ്കിലും പറയുന്നതോടൊപ്പം എനിക്കാണ് കേട്ടോ നേട്ടം. എൻ്റെ അറിവ് കൂടുകയല്ലേ ഉള്ളൂ, ദൃഢമാവുകയല്ലേ ഉള്ളൂ. ആ ഭാഗ്യം നിങ്ങൾക്കും കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. എല്ലാവരും ഈ വഴിക്ക് വരണേ. നമുക്ക് എന്തൊരു സ്വസ്ഥവും സമാധാനവും ഉണ്ടാകും ഈശ്വരചിന്ത മനസ്സിലുണ്ടായാൽ. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ. ഇതങ്ങ് വളരണ്ടേ, കൂടുതൽ പേര് കാണണ്ടേ, കേൾക്കണ്ടേ. ഒന്ന് ശ്രമിക്കൂന്നേ.